ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചർമ്മം വേഗത്തിൽ തിളങ്ങാനും, അതായത് വേഗത്തിൽ പുതുക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ തിളങ്ങാനും ആ ഒരു പുതുക്കൽ വേഗത്തിൽ നേടുന്നതിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് പ്രോ ടിപ്പുകൾ പറഞ്ഞു തരാം. അതായത് ചർമ്മം തിളങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പ്രതിഫലനത്തിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്പുകളാണ്, 2-3 ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാം. അത് യൗവനം കാത്തു സൂക്ഷിക്കാനും വേണ്ടിയുള്ളതാണ്. എല്ലാ പ്രായക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ആദ്യം അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയപരമായ കാര്യങ്ങളും പറയാം. പിന്നെ രണ്ടാമത്തത് ചർമ്മം പുതുക്കാൻ എത്ര സമയം ശാസ്ത്രീയപരമായി എടുക്കുമെന്നുള്ളതും പറയാം. പിന്നെ ദൈനംദിന ചർമ്മ സംരക്ഷണം പുതുക്കൽ എങ്ങനെയാണ്, എന്തൊക്കെ വേണം അതിന്, ആ ഒരു പ്രൊഡക്ട്സ് അടങ്ങി ആ ഒരു പ്രൊഡക്റ്റ് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷകരമായിട്ട് തോന്നുന്നില്ലേ? ചർമ്മം പുതുക്കാൻ കൈവരിക്കാൻ അധിക നാളൊന്നും എടുക്കേണ്ടതില്ല. നിങ്ങളുടെ ചർമ്മം സ്വാഭാവികമായി ഓരോ 26-28 ദിവസത്തിലും സ്വയം പുതുക്കപ്പെടും. പക്ഷേ ഇതാണ് കാര്യം, നമ്മൾ പ്രായമാകുമ്പോൾ ഈ പ്രക്രിയ ഗണ്യമായി മന്ദഗതിയിലാകുന്നു. സുഗമവും കാര്യക്ഷമവുമായ ഒരു ചക്രം നിങ്ങളുടെ 30 വയസ്സാകുമ്പോഴേക്കും 40-50 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ ശരിയായ സമീപത്തിലൂടെ നിങ്ങൾക്ക് ചർമ്മകോശം നശിച്ച് വേഗത്തിലാക്കാനും അത് നശിച്ച് ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും കഴിയും. ചർമ്മകോശം ആ പഴയത് നശിച്ച് പുതിയ ഒരു കോശം ഉണ്ടാക്കാനും വേഗത്തിൽ അതിന് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തിളക്കമുള്ള നിറം നേടാനും കഴിയും. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യകരവും കൂടുതൽ യുവത്വമുള്ളതുമായ ചർമ്മത്തിലേക്കുള്ള നിങ്ങളുടെ വഴി വേഗത്തിൽ കണ്ടെത്താൻ ഈ കുറച്ച് 1-2 ടിപ്പുകൾ സഹായിക്കും കേട്ടോ. അപ്പോൾ ചർമ്മകോശത്തിൻ്റെ അടുത്ത ടിപ്പ് ഞാൻ പറയുന്നതാണ്. ചർമ്മകോശത്തിലെ ആ നശിച്ച ആ കോശങ്ങൾ പോയി പുനരുജ്ജ ജീവിതത്തിന് ഒരു ശാസ്ത്രീയപരമായ കുറച്ച് കാര്യമാണ്. ചർമ്മം പുനർജീവനം, അതായത് പുനർജീവനം വയ്ക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുക എന്നതാണ് അതിൽ നേടാനുള്ള നിങ്ങളുടെ ആദ്യ പടി. നിങ്ങളുടെ ചർമ്മം ഉപരിതലത്തിൽ നിന്ന് നിരന്തരം മൃതകോശങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയും ആഴത്തിലുള്ള പാളികൾ പുതിയ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ചർമ്മകോശം പഴയ ആ നശിച്ച കോശം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയാണ് നിങ്ങളുടെ ചർമ്മത്തെ പുതുമയുള്ള തിളക്കമുള്ളതായി നിലനിർത്തുന്നത്. ഇത് എത്ര വേഗത്തിൽ സംഭവിക്കുന്നു എന്നതിനെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നു. പ്രായമാണ് വലിയ കുറ്റവാളി. ചെറുപ്പക്കാർക്കുള്ള ചർമ്മം ഓരോ 14-21 ദിവസത്തിലും സ്വയം പുതുക്കപ്പെടുന്നു. മുതിർന്നവർക്കുള്ള ചർമ്മം 60 ദിവസം വരെ എടുത്തേക്കാം. സൂര്യതാപം, സമ്മർദ്ദം, പോഷകാഹാര കുറവ്, കഠിനമായ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ, നമ്മൾ വെളിയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കില്ലേ, ഉൽപ്പന്നം എന്നിവയെല്ലാം കാര്യങ്ങളായി മന്ദഗതിയിലാക്കും. പിന്നെ അതുപോലെ തന്നെ കൊളേജനാണ് നമ്മളുടെ ഏറ്റവും ചർമ്മത്തിന് വേണ്ടത്. വർദ്ധിപ്പിക്കുന്ന ചികിത്സകളും ശരിയായ ചർമ്മ സംരക്ഷണവും വീണ്ടും വേഗത്തിലാക്കാൻ സഹായിക്കും. പിന്നെ അടുത്തത് ചർമ്മം പുതുക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അതായത് പ്രായപരിധി അനുസരിച്ച് ടൈം ലൈൻ വിഭജനം വ്യത്യാസമായിരിക്കും. കൗമാരക്കാർ മുതൽ 20 വയസ്സിൻ്റെ ആരംഭം വരെ 14-21 ദിവസം, 20കളുടെ അവസാനം മുതൽ 30കൾ വരെ 28-35 ദിവസം, 40 വയസ്സും അതിനു മുകളിലും 45-60 ദിവസം. പിന്നെ അടുത്തത് പരമാവധി പുതുക്കലിനായി നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ചർമ്മ സംരക്ഷണം ദിനചര്യയിൽ ഉൾപ്പെടുത്തി വൈദഗ്ധ്യം നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ചർമ്മം പുതുക്കൽ കൈവരിക്കാനുള്ള അടിത്തറയാണ് നിങ്ങളുടെ ദിനചര്യ ഫലപ്രദമായി ജീവിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ദൈനംദിന പ്രോത്സാഹനം ആയി ഇതിനെ കരുതുക. പ്രധാന കാര്യം സ്ഥിരതയും ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയകളെ പിന്തുണയ്ക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. അതായത് അതിന് വേണ്ടത് ഡെയിലി നമ്മൾ ചർമ്മ സംരക്ഷണം ഒരു പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെയുള്ള ദിനചര്യകൾ സംരക്ഷണത്തിലും ജലാംശത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ച് ആരംഭിക്കുക. തുടർന്ന് കൊളാജിൻ വർദ്ധിപ്പിക്കുന്നതിന് വിറ്റാമിൻ സി ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ ചേർക്കുക. അതുപോലെ തന്നെ SPF, അതായത് അത് ഒരിക്കലും ഒഴിവാക്കരുത്. അതായത് സൺ പ്രൊട്ടക്ഷനാണ്. വൈകുന്നേരം ദിനചര്യകളിലാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. നിങ്ങളുടെ ചർമ്മം അതിൻ്റെ അറ്റകുറ്റ പണികൾ ഭൂരിഭാഗവും ചെയ്യുന്നത് ഈ സമയത്താണ്, രാത്രി സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് ഞാൻ പല വീഡിയോകളിലും സ്കിന്നിൻ്റെ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ രാത്രിയിലെ ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനുള്ള സായാഹ്ന പ്രോട്ടോക്കോളുകൾ
നിങ്ങളുടെ വൈകുന്നേരത്തെ പതിവ് പരിപാടിയിൽ ഇവ ഉൾപ്പെടുത്തണം. ദിവസത്തിലെ അടിഞ്ഞുകൂടൽ നീക്കം ചെയ്യാൻ ഇരട്ടി വൃത്തിയാക്കൽ ആവശ്യമാണ്. പിന്നെ റെറ്റിനോയിഡുകൾ അല്ലെങ്കിൽ MHAകൾ പോലുള്ള സജീവ ഘടകങ്ങൾ, അതൊക്കെ ആരോഗ്യകരമായ ചർമ്മ തടസ്സത്തെ പിന്തുണയ്ക്കുന്ന ഒരു പോഷിപ്പിക്കുന്ന മോയ്സ്ചറൈസർ ഒറ്റ രാത്രി കൊണ്ട് നന്നാക്കാൻ പെപ്റ്റൈഡുകൾ അടങ്ങിയ ഫേസ് ഓയിലുകൾ അല്ലെങ്കിൽ സെറം. ശ്രദ്ധിക്കേണ്ട പ്രധാന ചേരുവകൾ. നിങ്ങളുടെ ദിനചര്യ തയ്യാറാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഫലപ്രദമായ ചേരുവകൾക്ക് മുൻഗണന റെറ്റിനോയിഡുകൾക്കാണ്. അതുപോലെ വിറ്റമിൻ സി, അതുപോലെ നിയാസിനാമൈഡ്, അതായത് ഞാൻ തെറ്റിപ്പോകും പറഞ്ഞിട്ട് കുറച്ച് എഴുതി വെച്ചതാണ്. നിയാസിനാമൈഡ്, ഹൈലൂറോണിക്, മനസ്സിലായില്ലേ, ഹൈലൂറോണിക് ആസിഡ് എന്നിവയാണ് അതായത് സ്കിന്നിൻ്റെ പുനർജീവനത്തിന് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അതായത് രാത്രി അതൊക്കെ ഉപയോഗിക്കുന്നവർ ഈ പറഞ്ഞ റെറ്റിനോയിഡുകൾ അല്ലെങ്കിൽ AHA പോലുള്ള സജീവ ഘടകങ്ങൾ അടങ്ങിയത് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ സ്കിന്നിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്കിൻ ഞാൻ ഈ പറയുന്ന ടിപ്പുകളിലൂടെ നിങ്ങളുടെ വേഗത്തിൽ ചർമ്മം പുതുക്കാൻ, വേഗത്തിൽ നമുക്ക് സ്കിന്ന് തിളങ്ങാനും പഴയ കോശങ്ങളൊക്കെ നശിപ്പിച്ച് പുതിയ ഒരു കോശങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഞാൻ ഈ പറഞ്ഞ 1-2 ടിപ്പുകളിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പാകും. നല്ല യൗവനം കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് ഈ ടിപ്പുകളൊക്കെ 2-3 തവണ വീഡിയോ വെച്ച് കണ്ടു നോക്കുക. എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ മറന്നു പോകും പറഞ്ഞിട്ട് കുറച്ച് എഴുതി വെച്ചതാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ ഘടകങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത്. വീഡിയോ നീണ്ടുപോയാൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ പിടിച്ച് കട്ട് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നിത്യയൗവനം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ഇത് ഒരു വെളിയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ ഒരു പ്രൊഡക്റ്റ് കണ്ടൻറ്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബൈ, ടാറ്റ.